ഞാൻ പറയുന്നത് കേൾക്കാം. ഇത് നേച്ചുറലാണ്, ഇഷ്ടം പോലെ കഴിക്കാം. ഫ്രൂട്ട്സ് നേച്ചറാണ്, ഇഷ്ടപ്രകാരം കഴിക്കാം, ഒരു കുഴപ്പമില്ല. നേച്ചുറൽ ഇങ്ങനത്തെ ആളുകൾക്ക് പറ്റിയ അടിയാണിത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് മുരിങ്ങക്ക നേച്ചുറൽ അടിച്ച് വീശാം. പക്ഷെ അതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് ആർക്കും അറിയില്ല. അത് കൂടുതൽ കഴിച്ചാൽ ഉണ്ടാകുന്ന ദോഷവശങ്ങളും ആർക്കും അറിയില്ല. നേച്ചുറലാണെന്ന് വിചാരിച്ച് എന്തും അടിച്ച് കയറ്റരുത്. എല്ലാം ഇവിടെ കെമിക്കൽ ഉണ്ടാക്കുന്നത് പോലും നേച്ചുറൽ നിന്നാണ്, അല്ലാതെ വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കുന്നതല്ല. ഈ മുരിങ്ങക്കായ പോലെ തന്നെ ചില ആളുകൾ നേച്ചുറലാന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്ന കാണാം. ഈ ഫ്രൂട്ട്സ് കൂടുതലായി കഴിഞ്ഞാലും ഷുഗറിൻ്റെ അസുഖം, വേറെ പല അസുഖങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കൺട്രോൾ ചെയ്യുക, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക എന്ന ഒരു രീതിയാണ് ഭക്ഷണത്തിലൂടെ വെച്ച് പുലർത്തേണ്ടത്. അല്ലാതെ ഈ അത് കഴിക്കാൻ പാടില്ല, ഇത് നേച്ചുറൽ, ഇത് കൂടുതൽ കഴിക്കാം, അങ്ങനെ പോയി കഴിഞ്ഞാൽ പലർക്കും പണി കിട്ടിയ അവസ്ഥയാണുള്ളത്. പിന്നെ മറ്റൊരു ഇതാണ്, കൊളസ്ട്രോളിൻ്റെ അസുഖമുള്ളവർ എണ്ണ ഉപയോഗിച്ചുള്ള എല്ലാ വസ്തുക്കളും ഒഴിവാക്കും. എന്നിട്ടും ചിലരുടെ ഈ LDL കുറയുന്നില്ല. എന്തായിരിക്കാം അതിന് കാരണമെന്ന് പലരും ചിന്തിക്കുന്നില്ല. ഈ എണ്ണ അതുപോലുള്ള ഇതിൽ നിന്നല്ല LDL ഉൽപ്പാദിപ്പിക്കുന്നത്. LDL ഇതൊന്നും കഴിച്ചില്ലെങ്കിലും LDL കരൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അംശം കൂടുന്നതിനനുസരിച്ച് ഇൻസുലിൻ്റെ ഉൽപ്പാദനം, അതിൻ്റെ അളവ് കൂടുതലായി വരികയും കരൾ ഇതെല്ലാം കൂടുതലായി വരുന്ന കാർബോഹൈഡ്രേറ്റ് എല്ലാം LDL ആയി മാറ്റുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ഓയിലുള്ള ഭക്ഷണ വസ്തുക്കൾ ഉപേക്ഷിച്ചുകൊണ്ട് മാത്രം LDL കുറയില്ല. അതിന് മറ്റ് അന്നജങ്ങൾ വളരെയധികം കുറയ്ക്കേണ്ടതുണ്ട്. എന്നാലേ ഇതിൻ്റെ ഒരു കുറവ് വരികയുള്ളൂ. ഈ പലരും വിചാരിച്ചിരിക്കുന്നത് ഈ കൊഴുപ്പാണ് LDL ഉണ്ടാക്കുന്നതെന്ന്. കൊഴുപ്പല്ല LDL ഉണ്ടാക്കുന്നത്, മറ്റ് പല കരളാണ്. നമ്മുടെ ശരീരത്തിൽ കൂടുതൽ വരുന്ന ഗൈക്ലോജൻ, അതുപോലെ ഗ്ലൂക്കോസ് എല്ലാം ഇൻസുലിൻ്റെ സഹായത്തോടു കൂടി കൊഴുപ്പാക്കി മാറ്റുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഭക്ഷണം കൺട്രോൾ ചെയ്യുമ്പോൾ ഈ കൊളസ്ട്രോളുള്ള ആളുകൾ അന്നജവും കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ പലരും വിചാരിക്കുന്ന പോലെ ഈ നേച്ചുറലാണ്, അതുകൊണ്ട് അത് അടിച്ച് പൊളിച്ച് കളിക്കാം എന്ന് ചിന്തിക്കരുത്. ഇപ്പോൾ കപ്പയുടെ ഇലയിൽ സയനൈഡിൻ്റെ അംശം വരെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ കപ്പയിലുണ്ട്. പക്ഷെ അത് ചെറിയ അളവിൽ വേവിച്ച് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊന്നും സയനൈഡ് വരില്ല. പക്ഷെ അത് കൂടുതൽ അളവിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് സയനൈഡ് നമ്മുടെ ശരീരത്തിൽ അഫക്റ്റ് ആവും, നമ്മൾ മരിക്കുകയും ചെയ്യും. ഇപ്പോൾ മുമ്പൊരു ഫാമിൽ ഈ പശുക്കളെ വളർത്തുകയും ഈ പശുക്കൾ അടുത്ത വീട്ടിലെ കപ്പച്ചെടി ഭക്ഷിക്കുകയും ചത്തു വീഴുകയും ഉണ്ടായി. ഇതാണ് കാരണം. വേവിക്കാതെ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ വിഷാംശം ചെന്ന് ആൾ മരിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ വളരെ കുറച്ച് മാത്രം കഴിച്ചുകൊണ്ട് അത് നമ്മളെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യില്ല എന്ന് മാത്രം. അത് വിചാരിച്ച് അതിൻ്റെ ക്യാപ്സൂളൊക്കെ ആയി അതിൻ്റെ സത്തുകളൊക്കെ എടുത്ത് നമ്മൾ കൂടുതൽ അളവിൽ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നേച്ചുറൽ എന്നുള്ളത് പണി കിട്ടും, നിങ്ങൾ മയ്യത്തായി പോകും എന്നതാണ് അവസ്ഥ. അതുപോലെ ആപ്പിളിൻ്റെ സീഡ് ഒരു അളവ് വരെ കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഒരു ആപ്പിൾ കഴിക്കാൻ 2 ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കൂടുതൽ അളവിൽ അതിൻ്റെ സീഡ് നമ്മുടെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് സയനൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ നേച്ചുറലാന്ന് വിചാരിച്ചിട്ട് എല്ലാം
നമ്മൾ അടിച്ച് കയറ്റരുത്. ആവശ്യത്തിന് മാത്രമേ എല്ലാം കഴിക്കാൻ പാടുള്ളൂ. അതേ അളവിൽ തന്നെ കഴിക്കുക. അതിൻ്റെ ഈ ക്യാപ്സൂള് അതുപോലെ അതിൻ്റെ സത്തുകൾ ഇതൊന്നും കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും.